ശബരിമല നെയ് ക്രമക്കേടിൽ പത്തനംതിട്ട മിൽമ ഡയറിയിൽ SITയുടെ പരിശോധന നടന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പരിശോധന. മാർക്കറ്റിംഗ് മാനേജറുടെ മൊഴി രേഖപ്പെടുത്തി നിർണായക രേഖകളും പിടിച്ചെടുത്തു. ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ഈ ശബരിമല നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മിൽമയ്ക്കുള്ള റോൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ പത്തനംതിട്ട ഡയറിയിൽ പരിശോധന നടന്നത്? എന്തൊക്കെ നിർണായക രേഖകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്? അതെ ഗൗതം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ള നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്നാണ് SIT സംഘം പത്തനംതിട്ട മിൽമയുടെ ഡയറിയിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് SIT സംഘം അവിടെ എത്തി പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പല വിവരങ്ങളും, പ്രത്യേകിച്ച് രേഖകൾ, നിർണായക രേഖകളടക്കം SIT ഈ മിൽമ ഡയറിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡയറിയിലെ മാർക്കറ്റിംഗ് മാനേജറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മാത്രമല്ല, മിൽമയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തെ ഓഫീസിലും ഈ രീതിയിൽ പരിശോധന റെയ്ഡ് നടപടികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് ശബരിമലയിൽ ഈ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ആദ്യം അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് മുൻപാകെ സമർപ്പിച്ചത്. അതിൽ വിശദമായിട്ടുള്ള തുടരന്വേഷണം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശവും വിജിലൻസ് SP ദേവസ്വം ബോർഡിന് മുൻപാകെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ തുടർച്ചയെന്നോണമാണ് SIT സംഘം ഈ രീതിയിൽ മിൽമയിലടക്കം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1.5 ലക്ഷം ലിറ്ററിലധികം നെയ്യ് ശബരിമലയിൽ എത്തിച്ചു. അതിൽ പക്ഷേ ആകെ ഉപയോഗിച്ചത് 19,800 ലിറ്റർ മാത്രമാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നെയ്യുടെ ഗുണനിലവാരത്തിലടക്കം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വിവിധ മൊഴികളിലൂടെ അന്വേഷണ സംഘത്തിന് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ഗോകുൽ, എന്തായാലും വ്യക്തമാണ്. ഈ ശബരിമലയിലേക്ക് നെയ്യ് എത്തിച്ചതിൽ നടന്നിട്ടുള്ള വ്യാപകമായ ക്രമക്കേടിലാണ് പത്തനംതിട്ട മിൽമ ഡയറിയിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. ഗോകുൽ രമേശ് വിവരങ്ങൾ നൽകുകയായിരുന്നു.